ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സെയ്ദലവി. ഞാനിവിടെ യൂണിറ്റി വുമൻസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ചിട്ടുള്ള FAGP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ കോഴ്സിന്റെ പേരെന്ന് പറയുന്നത് എ പ്രിഫേഴ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇത് ആക്ച്വലി ഒരു മൈനർ ഗ്രൂപ്പാണ്. ഇതിന് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും നിങ്ങൾക്ക് 3 വ്യത്യസ്ത കോഴ്സുകൾ പഠിക്കാനുണ്ട്. ഈ 3 കോഴ്സുകളും ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച്, ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചുമാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സമയത്ത് തുടക്കം എന്നുള്ള നിലക്ക് എ പ്രിഫേഴ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനം ഈ ഭരണഘടന പ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ രാജ്യമായിട്ട് നിലനിർത്തുന്നത്. നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഭരണഘടനയുടെ ഒരു ആമുഖമാണ്. ഇത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും 4 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ 1ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടന എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, ഭരണഘടന എന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള പ്രോസസ്സ്, ഏതെല്ലാം പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലൂടെയാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അതിനെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. അതിനുശേഷം ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് ഏത് തരത്തിലുള്ള ഭരണഘടനയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. 2ാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള മൗലിക അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അവകാശങ്ങൾ തരുന്നതിലൂടെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൗലിക അവകാശങ്ങൾ എന്താണെന്നും ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളെന്നും അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ പോരായ്മകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൽ വ്യക്തമായിട്ട് പഠിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും നമ്മളെ ആർക്കും തടയാനോ അതിന് തടസ്സം സൃഷ്ടിക്കാനോ സാധിക്കില്ല. 3ാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഭരണഘടന ഗവൺമെന്റിന്റെ മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഭരണഘടന ഗവൺമെന്റിനോട് പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടന ഗവൺമെന്റിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ. 3rd മൊഡ്യൂളിലുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രകാരം ഭരണഘടന നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ചില കർത്തവ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പ്രകൃതി സംരക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനവും പതാകയും ഒക്കെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മോട് പറയുന്നതോടുകൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. 4th മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് 4th മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചില പ്രൊസീജിയേഴ്സ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് 1ാമത്തേതായിട്ട് ഭരണഘടന എങ്ങനെ അമെൻഡ് ചെയ്യാം. ഭരണഘടന നമ്മൾ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭരണഘടനയിൽ പല മാറ്റങ്ങളും ചിലപ്പോൾ വരുത്തേണ്ടി വരും. അത്തരം ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഏതെല്ലാം പ്രൊസീജിയറിലൂടെ കടന്നുപോയതിനു ശേഷം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും എ പ്രിഫേഴ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഭരണഘടനയെ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോകുമ്പോൾ പഠിക്കുന്നതാണ്.
അപ്പൊ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും തന്നെ ഭരണഘടന എന്താണ്, ഭരണഘടനയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ രാഷ്ട്രീയത്തിൽ പങ്കാളികളാകാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാനും സാധിക്കും.